എനിക്കിങ്ങനെ ഒരു നല്ല മോനെ നൽകിയല്ലോ അല്ലാഹ്. അങ്ങനെയുള്ള മാതാപിതാക്കളിൽ നിന്നാണ് ലോകത്തെ മഹാന്മാരുണ്ടായത്. അൽഹംദുലില്ലാഹ്. നമ്മുടെ മഹാന്മാരായ സയ്യിദന്മാർ, അവരെ ഇരുത്തിയിട്ട് ഞാൻ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. താജുൽ ഉലമാ എന്ന വലിയ ദാർഢ്യതയുള്ള ആത്മീയതയുടെ അമരത്ത് നിന്ന് വലിയൊരു നേതാവ് നമുക്ക് നൽകിയിട്ട് പോയതാണ്. അവിടുത്തെ മഹാന്മാരായ മക്കൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവര് കൊടുത്ത തർബിയത്തിന്റെ ഗുണമാണ് ഇന്നിവിടെ തങ്ങളവർകളിലൂടെ ഈ നാട് മുഴുവനും വലിയ മാറ്റം, മുന്നേറ്റം. കർണാടകയിലെ ഈ മൂലക്കുള്ളൊരു ചെറിയ കൂറത്ത് എന്ന് പറയുന്ന സ്ഥലം ലോകത്താരറിയാനായിരുന്നു? അല്ലെങ്കിൽ മഹാന്മാരിലൂടെ ലോകത്തറിയാൻ അവസരമുണ്ടായത് താജുൽ ഉലമാ തങ്ങൾ നമുക്ക് നൽകിയ സമ്മാനമാണ്. അവിടുത്തെ മക്കൾ ഇവിടെയുള്ളത് അവരുടെ പ്രാർത്ഥനയാണ്, അവരുടെ പ്രവർത്തനമാണ്, അവരുടെ അനുഗ്രഹമാണ്. ഇതുപോലെയാണ് ലോകത്തെല്ലാം ഇസ്ലാം ഉണ്ടായത്. ബീഹാറിൽ ഇസ്ലാം ഉണ്ടായത് ആരിലൂടെയാണ്? അല്ലാമത്തുൽ മുനീരി റളിയല്ലാഹു അൻഹു എന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പേരക്കുട്ടിയിലൂടെയാണ്. ലക്ഷദ്വീപിൽ ഇസ്ലാം ഉണ്ടായത് എങ്ങനെയാ? ബഹുമാനപ്പെട്ട ഉബൈദുല്ലാഹ് തങ്ങൾ എന്ന് പറയുന്ന മഹാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പേരക്കുട്ടിയാണ്. ഇതുപോലെ ഓരോ സ്ഥലത്തുണ്ട് മഹാന്മാർ. അല്ലാമത്തുൽ ഫിർദൗസി റഹിമഹുല്ലാഹ്, നിസാമുദ്ദീൻ ഔലിയ റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ മഹാനായ ഖാജാ മുഈനുദ്ദീൻ സിത്തിൽ അജ്മീരി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ആണ്ടിന്റെ സമയമാണിത്. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ. ആ മഹാനായ ഖാജാ അജ്മീർ തങ്ങൾ അവിടുത്തെ സാന്നിധ്യത്തിലൂടെയല്ലേ ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിലേക്ക് വന്നത്. അവരുടെ ചരിത്രം പഠിച്ചാൽ അതും മഹാന്മാരുടെ സമ്മാനമാണ്. അപ്പൊ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് വേണം, എന്റെ മകൻ ഒരു ആലിമാവണം, എന്റെ മകൻ ഒരു സ്വാലിഹാവണം, എന്റെ മകൻ ദീനിന്റെ നേതാവാകണം. കണ്ടില്ലേ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ. ആരാണ് സുഫിയാനു സൗരി? 4 മദ്ഹബിന്റെ ഇമാമുകളെ പോലെ തന്നെ തത്തുല്യനാണ് സുഫിയാനു സൗരി. അതുപോലെ തന്നെ തത്തുല്യനാണ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. 6 മദ്ഹബുകൾ എന്ന് പ്രത്യേകിച്ച് പറയുന്ന മദ്ഹബുകളിൽ 2 മദ്ഹബാണ് സുഫിയാനൈനിയുടെ മദ്ഹബ്. വരാം, അങ്ങനെയുള്ള മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനെ ഓതാൻ പോണം. പക്ഷേ പൈസയില്ല. ഉമ്മ പറഞ്ഞു, മോൻ വിഷമിക്കണ്ട, മോനെ പോയി പഠിച്ചോളൂ, ഞാൻ കിതാബ് വാങ്ങിത്തരാനും മോന് വേണ്ടതെല്ലാം ചെയ്യാൻ ഞാൻ പണിയെടുത്തോളാം. യാ ബുനയ്യ ഉത്ലുബുൽ ഇൽമ വഅനാ കഫീക ബിമഗ്സലി. മോൻ പോയി പഠിച്ചോ, ഞാൻ ഈ നൂല് നിവർത്തിട്ട് മോന് കൂലി വാങ്ങിയിട്ട് കിതാബ് വാങ്ങിത്തരാം. നൂല് നിവർത്തിയിട്ട് നെയ്തുണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തോളാം? മോന് വേണ്ട പൈസ തരാം, മോൻ പോയി പഠിച്ചോളൂ. അങ്ങനെയാണ് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു എന്ന ലോക പ്രതിഭ നമുക്ക് കിട്ടിയത്. ഉമ്മ അധ്വാനിച്ചിട്ട് പഠിപ്പിച്ചതാ. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയാണ്. ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മഹാനായ പണ്ഡിതൻ ഹമ്മാദ് ബിൻ അബീ സുലൈമാൻ എന്ന ഉസ്താദിന്റെ അടുക്കൽ ഉമ്മ കൊണ്ടുപോയി ഓതാനാക്കി. സഹോദരിമാരുടെ ഭാഗത്തേക്ക് സംഘാടകർ ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ സുവനീർ എല്ലാവരും വാങ്ങണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ള ഉമ്മമാരറിയണം, മഹാനായ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നഹാറു അബീ ഹനീഫത ലിൽഇഫാദാ വലൈലു അബീ ഹനീഫത ലിൽഇബാദാ. അബൂ ഹനീഫ ഇമാം തങ്ങളുടെ രാവുകൾ അല്ലാഹുവിനുള്ള ആരാധനയാണ്, പകലുകളാണെങ്കിലോ അറിവിന്റെ പ്രചരണമാണ്. അങ്ങനെയുള്ള ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ
ചെറുപ്പകാലത്തെ ഹമ്മാദ് ബിൻ അബീ സുലൈമാൻ എന്ന ഉസ്താദിന്റെ അടുക്കൽ ഓതാൻ കൊണ്ടുപോയി ആക്കിയതാരാ? ഉമ്മയാണ്. എന്നിട്ട് ആ ഉമ്മ ഇടയ്ക്കിടെ മകന്റെ അടുക്കൽ ചില മസ്അല ചോദിച്ചു വിടും. മോനെ, ഈ മസ്അല പോയി ഉസ്താദിനോട് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞു തരണേ. മോൻ ഈ ചോദ്യം ഉസ്താദിനോട് ചോദിക്കണേ, എന്നിട്ട് മറുപടി എനിക്ക് പറഞ്ഞു തരണം. കുറെ കാലം കഴിഞ്ഞപ്പോ നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്ന മകൻ ഉമ്മ ചോദിച്ച ചോദ്യത്തിന് മറുപടി നേരിട്ടങ്ങ് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, മോനെ, മോൻ പറഞ്ഞ പോലെ ഉസ്താദ് പറയണം. ഇല്ല ഉമ്മ, എനിക്കറിയാം. അപ്പോൾ അന്നത്തെ ദിവസം ഉമ്മ മകന്റെ കൂടെ പോവുകയാണ് ദർസിലേക്ക്. ചെന്നിട്ട് പറയുന്നു, ഉസ്താദേ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ പല ചോദ്യങ്ങളും ചോദിച്ചു വിടാറുണ്ട്. അവിടുന്ന് മറുപടി അറിഞ്ഞിട്ട് പറഞ്ഞു തരാറുണ്ട്. ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്റെ മകൻ നേരിട്ടു തന്നെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. അത് ശരിയാണോ? ഉടനെ ഉസ്താദ് ചോദിച്ചു, ഉമ്മ, നിങ്ങൾ ചോദിച്ചതെന്താണ്? മകൻ മറുപടി പറഞ്ഞതെന്താണ്? രണ്ടും കേട്ട ശേഷം പറയാണ്, നിങ്ങളുടെ മകൻ ഫത്വ കൊടുക്കാൻ വലിയ യോഗ്യനായിപ്പോയി. വലിയ മഹാനായ അലിമാണ്, മുഫ്തിയാണ്. അങ്ങനെ ആറ്റുനോറ്റൊരുമ്മ പോറ്റിയപ്പോഴാണ് ഇമാമുൽ മുസ്ലിമീൻ എല്ലാ ആളുകളും മിൻ യാലി അബീ ഹനീഫ, എല്ലാ കർമ്മശാസ്ത്രജ്ഞന്മാരും അബൂ ഹനീഫ ഇമാമു തങ്ങളുടെ കുടുംബക്കാരാണ്, മക്കളാണ്. കർമ്മശാസ്ത്രത്തിലെ രാജാവാണ് ഇമാമുൽ ആദം തങ്ങൾ. ആ ഇമാമുൽ ആദം തങ്ങളെ ലോകത്തിന് നൽകിയത് ഉമ്മയാണ്. മാ റഫഅ അഹദുൻ ഖലമൻ ഇല്ലാ വലഹു ദിമ്മത്തുൽ ഇമാം ശാഫിഈ. ലോകത്താരൊക്കെ പേരെടുത്തോ അവർക്കെല്ലാം ശാഫി ഇമാം തങ്ങളോട് കടപ്പാടുണ്ട്. ലിഅന്നഹു അവ്വലു മൻ ദവ്വന അൽ-ഉസൂൽ. ആ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു നൽകിയ ഉമ്മയാണ്. ഇതുപോലെ ലോകത്തെ കഴിഞ്ഞുപോയ എല്ലാ മഹാന്മാരെയും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലോകത്തിന് നൽകിയതാരാ? നല്ല ഒരു ഉമ്മ. നല്ല ഉമ്മമാരെന്നേ ഇവിടെ നല്ല ഉമ്മത്തുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അല്ലാമ ആലൂസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗാലിയത്തുൽ മവാഇദിൽ കാണാം, ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മകൻ പറഞ്ഞിട്ട് അനുസരിക്കണില്ല. പറഞ്ഞ കേൾക്കണില്ല, പറഞ്ഞതൊന്നും അനുസരിക്കണില്ല. അപ്പോൾ ഉസ്താദ് മകനെ വിളിച്ച, മോനെ, വാപ്പയല്ലേ, പറഞ്ഞാലും നീ കേൾക്കണ്ടേ, അനുസരിക്കണ്ടേ മോനെ എന്ന് ചോദിച്ചപ്പോൾ ഈ മകൻ പറഞ്ഞു, വാപ്പ, ഉസ്താദേ, എന്റെ വാപ്പ എനിക്ക് 4 കാര്യം ചെയ്തു തരേണ്ടിയിരുന്നു. ആ 4 കാര്യം ചെയ്തു തന്നെങ്കിൽ ഞാൻ തിരിച്ചങ്ങോട്ട് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ആ 4 കാര്യം എന്താണ് മോനെ? ഒന്നാമത്തേത്, എന്റെ വാപ്പ എനിക്ക് നല്ല ഒരു ഉമ്മാനെ തന്നില്ല. വാപ്പ കല്യാണം കഴിക്കാൻ നേരം നല്ല പൈസ എവിടുന്ന് കിട്ടുന്നത്? അതിന്റെ കൂട്ടത്തിലൊരു പെണ്ണിനെ കിട്ടി. നല്ല പൈസ എവിടുന്ന കിട്ടുന്നത്? അതിന്റെ കൂട്ടത്തിലൊരു പെണ്ണിനെയും ആകാം എന്ന് ചിന്തിച്ചു പോയി വാപ്പ. അല്ലെങ്കിലോ നല്ല സൗന്ദര്യമുള്ളത് മാത്രം നോക്കി, അല്ലെങ്കിൽ നല്ല കുടുംബം മാത്രം നോക്കി, ദീന് നോക്കിയില്ല. അപ്പോൾ എന്റെ വാപ്പ കല്യാണം കഴിച്ചപ്പോഴുള്ള ചിന്ത ശരിയായില്ല. നല്ല ഒരു ഉമ്മാനെ എനിക്ക് നൽകിയില്ല. നീ ഇത് കേട്ടിട്ട് കല്യാണം കഴിച്ചവരാരും പോയിട്ട് തലാക്കിയിൽ കളയണ്ട. ഉള്ളനെ നന്നാക്കിയതിന് പണി. കല്യാണം കഴിക്കാനുള്ളവരൊക്കെ നോക്കുക, ബിദീനിഹ, നല്ല ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിക്കാം. കഴിച്ചു കഴിഞ്ഞവരൊക്കെ ഇനി ബേജാറാവണ്ട, അത് നന്നാവാൻ വേണ്ടി ദ്വാരക്ക. അപ്പോൾ നല്ല ദീനുള്ളവരെ കല്യാണം കഴിക്കണം. ദീനുള്ള ഭാര്യമാരിൽ നിന്നാണ് നല്ല മക്കളെ പരിചരിക്കാനാവൂ. അപ്പോൾ നല്ല ഒരു ഉമ്മാനെ നൽകിയില്ല. അറിയില്ലേ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ആറ്റുനോറ്റ് പോറ്റിയതാരാണ്?
കള്ളം പറയല്ലെന്നുമ്മ ചൊന്നാരെ കള്ളന്റെ കയ്യിലാ പൊന്ന് കൊടുത്തോവർ. ഉമ്മയാണ് ശൈഖ് ജീലാനി തങ്ങളെ അച്ചുനോറ്റ് പോറ്റിയത്. കാരണം വാപ്പാമാര് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പുറത്തുപോയി ജോലി ചെയ്യേണ്ടി വരും. ഈ കുട്ടികളൊക്കെ സ്വഭാവം രൂപപ്പെടുത്തേണ്ടത് ഉമ്മമാരാ. അപ്പൊ ഉമ്മമാര് നല്ല ലെവലാവണം, എന്നാലേ മക്കൾ നന്നാവും, എന്നാലേ മക്കൾ നേരെ വരൂ. അള്ളാഹു തആല നമ്മുടെ ഒക്കെ ഭാര്യമാരെയും ഉമ്മമാരെയൊക്കെ നല്ല സ്വാലിഹാത്തുകളാക്കി തരട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിലാരെങ്കിലും ദുശ്ശീലമുള്ളവരോ ദീന് മനസ്സിലാവാത്തവരോ ഉണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് നല്ല ഖൽബ് കൊടുക്കട്ടെ. അപ്പൊ നല്ല ഉമ്മമാര് വേണം. അപ്പോൾ മഹാൻ അവരുകളോട് പറയാണ്, നല്ല ഒരു ഉമ്മാനെ എനിക്ക് നില്ല. അപ്പൊ ഇന്ന് ഈ കോളേജിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ചാടിപ്പോണ എന്റെ മക്കളുമാരെങ്ങനെ നന്നാവുക? വല്ല മാനദണ്ഡമുണ്ടോ? കണ്ടതിനെ കേട്ടതിനെയൊക്കെ പിടിച്ചും ചാടി ഓടിയൊക്കെ പോണതെന്നല്ലേ എന്ന് പുതിയ മക്കൾ വരുന്നത്. പിന്നെ എങ്ങനെ മക്കളെ നന്നാവാ? മക്കളെ നന്നാകണമെങ്കിൽ മാതാപിതാക്കൾ നല്ലവരാവണം. അപ്പോൾ നല്ല ഒരു ഉമ്മാനെ നൽകിയില്ല. രണ്ടാമതായി എനിക്ക് എന്റെ വാപ്പ എനിക്ക് നല്ലൊരു പേര് തന്നില്ല. നല്ല പേര് വെച്ചു കൊടുക്കണം. ഇവിടെ ഒന്നും ഇല്ലാത്തൊരു പേര്. ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ കുട്ടികൾക്ക് വെക്കുന്ന പേര് ഗൂഗിൾ, യാഹു അങ്ങനെയൊക്കെ എനിക്ക് പേര് വെക്കുക. ആളുകളുടെ ട്രെൻഡ് എങ്ങനെയാണ്? അങ്ങനെ ഓരോരോ പുതിയ പേരുകളുടെ പിന്നാലെ പോവാ. മുൻഗാമികളുടെ നല്ല പേരുകളെല്ലാം കളയ. നല്ല പേര് വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മകളാകുന്ന ഫാത്തിമ എന്ന മഹദി അവர்கள் പ്രസവിച്ചു. കുട്ടിയുടെ വാപ്പയാരാണ്? അലി റളിയല്ലാഹു അൻഹു ആണ്. അലിയാര് ഞങ്ങളോട് ചോദിച്ചു, അല്ല അലിയേ, നിങ്ങൾ കുട്ടിക്ക് എന്താണ് പേര് വെക്കാൻ ഉദ്ദേശിച്ചത്? അലി റളിയല്ലാഹു അൻഹു ഒരു വീരശൂര പരാക്രമിയാ, ധൈര്യത്തിന്റെ നേതാവാ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഹർബ് എന്ന് പേര് വെക്കാൻ പോവാണ്. ഹർബ്, ഹർബ് എന്ന് പറഞ്ഞാൽ അത് ധീരതയുടെ ഒരു സൂചനയാണ്. മാത്രമല്ല അറബ് ലോകത്തെ വലിയ കബീലയാണ് ഹർബി. വഖബ്റു ഹർബിൻ ഫീ മകാനിൻ ഖഫറു ലൈസ ഖുർബ ഖബ്രി ഹർബിൻ ഖബ്റു. നമ്മൾ പഠിച്ചുകൊണ്ടുള്ള വലിയ ആളാണ്. അതിലേക്ക് നിസ്ബത്ത് ചെയ്യപ്പെടുന്ന ആ കബീല ഇന്നും അവിടുത്തെ നമ്പർ 1 ഫാമിലിയാണ്. നമ്പർ 1 ഫാമിലിയാണ് ഹർബി എന്ന് പറഞ്ഞാൽ. ഇപ്പോഴവിടുത്തെ മിലിറ്ററിയിലും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ കബീലയ്ക്ക് വലിയ പ്രാധാന്യമാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അൻസാബിൽ ഏറ്റവും വലിയ വിവരമുള്ളവരായിരുന്നു. വംശപരമ്പരയെക്കുറിച്ച് വലിയ വിവരമുള്ളവരായിരുന്നു. ആരുടെ മകൻ, ആരുടെ മകൻ, ആരുടെ മകൻ എന്നറിയാം. അപ്പോൾ ഇന്ന് അറബ് രാജ്യത്ത് ചെല്ലുമ്പോൾ ചോദിക്കും അവിടുത്തെ കബീലകളോട്, മിനയ്യ കബീല? ഹർബി, ഖുറശി. ഓക്കെ, അങ്ങനെയാണ് വലിയ വലിയ കബീലകൾ. അൽഹംദുലില്ലാഹ് നമ്മുടെ സയ്യിദന്മാരൊക്കെ ഖുറൈശികളാണ്. ഖുറൈശി കബീല എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ആ കബീല പറയാൻ വേണ്ടി മാത്രം ഒരു സൂറത്തുണ്ട്. അതാണ് ലീലാഫി ഖുറൈശ്. ഖുറൈശ് എന്ന് പറഞ്ഞാൽ ഖർശ്, യഅലു വലാ യുഅല അലൈഹി. റാസി ഇമാം തങ്ങൾ തഫ്സീറിൽ പറയുന്നു, അതിന്റെ മേലെ ആരും വരില്ല. അതാണ് ഖർശ് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. അതിലേക്ക് ചേർത്തിട്ടാണ് ഖുറൈശി. അതിന്റെ മേലെ വേറെ കബീലയില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അന ഖിയാറും മിൻ ഖിയാരിൻ മിൻ ഖിയാർ. ഞാൻ ഏറ്റവും ഉന്നതരിൽ നിന്നുള്ള ഉന്നതരാണ്. അതിന്റെ മേലെ ഒരു കബീലയില്ല, അതിന്റെ മേലെ ഒരു ഗോത്രവുമില്ല, അതിന്റെ മേലെ ഒരു വംശവും ഇല്ല. അപ്പൊ ഖുറൈശികളാണ് നമ്മുടെ സാദാത്തുക്കൾ. അവരുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹർബ് എന്ന് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സമ്മാഹുൽ ഹസൻ. ഞാൻ ഹസൻ പേര് വെക്കാൻ. അൽഹംദുലില്ലാഹ്. നമ്മളെ നാട്ടിലാണ് പുകില് തീരുവോ? വാപ്പക്കാണ് പേര് വെക്കാൻ അവകാശം. ഇത് ഭാര്യന്റെ ഉപ്പയാണ് വെച്ചത് എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കൂലേ? ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ തലാഖുണ്ടായിരുന്നു. പേര് വെച്ചാൽ മാറിപ്പോയി എന്നുള്ള പേര്. ഉമ്മന്റെ വീട്ടുകാർ പേര് വെച്ചു എന്നുള്ളതാണ് കാരണം. അതിന്മേ തുടങ്ങിയിട്ട് പിന്നെ അവസാനം കുടുംബം തന്നെ മുറിച്ചുപോയി. ഇവിടെ അങ്ങനൊന്നുമില്ല. നല്ല പേര് ഹസൻ എന്ന പേര് വെച്ചു. രണ്ടാമത്തെ കുട്ടി ജനിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, യാ അലി, എന്റെ പേര് ഞങ്ങൾക്ക് ഇഷ്ടം? ഹർബ്.
അപ്പോൾ പറഞ്ഞു സമ്മാഹുൽ ഹുസൈൻ, ഹുസൈൻ എന്ന് പേര് വെച്ചു. അൽഹംദുലില്ലാഹ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന. ഹസനും ഹുസൈനും സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ്. സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് ഹസനും ഹുസൈനും. അപ്പോൾ നല്ല മക്കൾ വേണമെങ്കിൽ നല്ല പേര് വെക്കണേ, നല്ല പേര് വെക്കണം. പേരിൽ വലിയ സാരമുണ്ട്. നല്ല പേര് വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേര് വെച്ചു ഇബ്രാഹിം, ഖാസിം, അബ്ദുല്ലാഹ്. എത്ര നല്ല പേരാ അവിടുത്തെ ആൺമക്കൾക്ക് വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നുമോൾക്ക് വെച്ച ഫാത്തിമ എന്നുള്ള പേരിന് ഇന്നുണ്ടോ പുതുമ നഷ്ടപ്പെടുന്നത്? ഓ, എന്തൊരു അത്ഭുതമുള്ള പേരാണ് ഫാത്തിമ. എത്ര പേർക്ക് കുടുംബത്തിലുണ്ടായാലും ആ പേരിന് ആവർത്തനത്തിന്റെ പ്രശ്നമൊന്നുമില്ല. കേൾക്കുമ്പോഴെന്തൊരു മധുരം. ആധുനിക ലോകത്തും പറ്റുന്ന പേര് ഫാത്തിമ അസ്സഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹാ. മഹദി അവர்கள் നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാത്സല്യം കൊണ്ട് പല പേരും വിളിക്കുമായിരുന്നു, ഓമന പേരുകൾ. അതിൽപ്പെട്ടതാണ് സഹറ, അൽ ബത്തൂൽ, ഉമ്മു അബീഹ. പല പേരും വിളിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള മോളാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. നല്ല നല്ല പേരല്ലേ വെച്ചു തന്നത്. മൂന്നാമതായി കുട്ടി പറയുകയാണ്, എന്നെ അദബ് പഠിപ്പിച്ചില്ല. ആരോട് എങ്ങനെ എപ്പോൾ പെരുമാറണം എന്ന അദബന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചില്ല. വാപ്പാക്കുമ്മാക്കുള്ള ബാധ്യത എന്താ? താമസിക്കാൻ വീടും കിടക്കാനുള്ള സ്ഥലവും കഴിക്കാനുള്ള ഭക്ഷണവും ഉടുക്കാനുള്ള തുണിയും കൊടുക്കലല്ല. വാപ്പാടെ ഉമ്മാടെ പണി എന്താ? ഈ മക്കളെ തർബിയത്ത് ചെയ്യലാണ്. എന്തിന് തർബിയത്ത് ചെയ്യണം? അവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാ വാപ്പാടെ ഉമ്മാടെയും പണി. വാപ്പാന്റെ ഉമ്മാന്റെ ഡ്യൂട്ടി എന്താ? മക്കളെ നരകത്തിൽ നിന്ന് കാക്കുക, അഹലുകാരെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക. ഇതാണ് അവരുടെ പണി. അല്ലാതെ തിന്നാൻ കൊടുക്കുക, കുടിക്കാൻ കൊടുക്കുക, കിടക്കാൻ കൊടുക്കുക, നടക്കാൻ കൊടുക്കുക, ഇഷ്ടം പോലെ പൈസ കൊടുക്കുക, അതൊന്നുമല്ല. തർബിയത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗം വാങ്ങാൻ പറ്റുന്ന നിലയ്ക്ക് അവരെ പരിപാലിക്കുക. അതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അറിയുമോ, നാലാമതായി എന്റെ വാപ്പ എനിക്ക് ചെയ്യേണ്ടിയിരുന്നത് ഖുർആൻ പഠിപ്പിക്കലാണ്. എനിക്ക് ഖുർആൻ പഠിപ്പിച്ചില്ല. പിന്നെ ഈ വാപ്പാനെ ഞാൻ അനുസരിക്കണോ ഉസ്താദ് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്റെ വാപ്പ 4 കാര്യം ചെയ്തു തരേണ്ടിയിരുന്നു. ഈ 4 ചെയ്തു തന്നില്ല. പിന്നെ വാപ്പ പറഞ്ഞ ഞാനെന്തിനാ കേൾക്കണം? ഞാൻ അനുസരിക്കണമെന്തിനാ? ഒരാവശ്യമില്ല. ഇതായിരുന്നു ന്യായീകരണം. ശരിയല്ലേ? ഇന്ന് നമ്മുടെ തലമുറയും അങ്ങനെയല്ലേ? പുതിയ ലോകം യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ മക്കളെ വിടാണ്. അതേ സമയത്ത് ഉമ്മമാര് നല്ലവരായാൽ ഇമാമുന ശാഫിഈ, ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോൾ അവിടുന്ന് കാഴ്ചയില്ല. ഇമാം ബുഖാരി തങ്ങൾക്ക് കാഴ്ചയില്ല. ഉമ്മയങ്ങ് ദുആ ചെയ്യുകയാണ്, അല്ലാഹ് എന്റെ മകന് കാഴ്ച കൊടുക്കണേ അല്ലാഹ്. നല്ല ഉമ്മയാണ്. ഇടതടവില്ലാതെ കൽബറിഞ്ഞെന്ന് ദുആ ചെയ്തപ്പോൾ സ്വപ്നത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നിട്ട് പറയാണ്, അല്ലയോ മുഹമ്മദുൽ ബുഖാരിയുടെ ഉമ്മ, നിങ്ങളുടെ മകന് കാഴ്ച ഇതാ നൽകിയിരിക്കുന്നു. അല്ലാഹു തആല കാഴ്ച നൽകി. പിറ്റേ നോക്കുമ്പോ ഇമാം ബുഖാരി തങ്ങൾക്ക് കാഴ്ചയുണ്ട്. ഈ ഇമാം ബുഖാരി തങ്ങൾ പിൽക്കാലത്ത് താരീഖുൽ ഇമാമുൽ ബുഖാരി എഴുതിയത് മദീനത്ത് വെച്ച് നിലാവിന്റെ വെളിച്ചത്തിലായിരുന്നു എന്ന് കാണാം. നിലാവിന്റെ വെളിച്ചത്തിൽ ഗ്രന്ഥരചന നടത്തി ഇമാം ബുഖാരി തങ്ങൾ പിൽക്കാലത്ത്. ഇന്നും മദീനത്ത് ചെന്നാൽ മസ്ജിദുൽ ഇമാമുൽ ബുഖാരി എന്നൊരു പള്ളി കാണാം. ആ ബുഖാരി ഇമാമുലങ്ങളെ ലോകത്തിന് നൽകിയതാരാണ്? നല്ല ഒരു വാപ്പയാണ്. വാപ്പ വലിയ പണക്കാരനായിരുന്നു.
പക്ഷേ ഒരു നയാ പൈസയും ഹറാമായ പൈസയില്ല. ബുഖാരി ഇമാമിന്റെ വാപ്പ വലിയ മുതലാളിയാ. പക്ഷേ മഹാനവറുകൾ പറഞ്ഞു, എന്റെ പണത്തിൽ ഒരു നയാ പൈസ പോലും ഹലാലോ ഹറാമോ എന്ന് വ്യക്തമാകാത്തതില്ല. ഹലാലായത് മാത്രമേ ഉള്ളൂ, ശുബ്ഹത്തിന്റെ സ്വത്ത് പോലുമില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 7 ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ വാപ്പയിൽ നിന്ന്. സഹീഹിന്റെ പരമ്പരയിൽ 7 പേരുണ്ട്. ഉപ്പയിൽ നിന്ന് വന്ന നിവേദനങ്ങൾ കാണാം. പ്രിയമുള്ളവരെ അറിയണം, ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാൻ ഇത് പറയുമ്പോൾ ഉമ്മമാരെ, പെൺമക്കളെയും നിങ്ങൾ നല്ലതുപോലെയാണ് പരിപാലിക്കേണ്ടത്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ വലിയ പണ്ഡിതയാണ്. ഇമാം മാലിക് തങ്ങളുടെ മുവത്ത മുഴുവനും മദീനയിൽ വെച്ച് ഓതിപ്പടിച്ച മഹദിയാണ് ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹദിയാണ്. മക്കയിൽ ജനിച്ച് മദീനയിൽ വളർന്ന് ഈജിപ്തിലാണ് അവിടുത്തെ അവസാന കാലതാമസം മുഴുവനും. ആ മഹദി വലിയ ആലിമത്താണ്. മുസനി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങള് വലിയ ആലിമത്താണ്. മുസനി ഇമാം തങ്ങളുടെ പെങ്ങള് ജീവിച്ചിരിക്കുന്ന കാലത്തെ ആ നാട്ടിലുള്ള ഒരു പെണ്ണിനും ഒരു ഫത്വ ചോദിക്കാൻ ഒരു പുരുഷനായ പണ്ഡിതന്റെ അടുത്ത് പോകേണ്ടതില്ലേ? ലിഅന്നഹാ കഫത്തിൽ ജമീഅ, എല്ലാ ഫന്നിലും കഴിവുള്ള മഹദിയായിരുന്നു മുസനി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ. മാലിക് ഇമാം തങ്ങളുടെ മകൾ വലിയ കുടിവെട്ടിയ ആലിമയായിരുന്നു, അവിടുന്ന് മഹദി. ഇമാം ബുഖാരി തങ്ങളുടെ നിവേദന പരമ്പരയിലും ഒരു മഹദിയുണ്ട്. നിവേദനത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ വേറെ, അത് നേരത്തെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ പെൺമക്കൾക്കും നല്ല വിവരം വേണം. അതുകൊണ്ടല്ലേ മഹാന്മാരായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് ദർസ് നടത്തുമ്പോൾ അതാ മഹാൻ അവറുകളിരിക്കുന്നതിന്റെ ബാക്കിൽ ഒരു ബോർഡുണ്ട്. ആ ബോർഡിന്റെ ഉള്ളിലാണ് മഹദി അവറുകൾ ഇരിക്കുന്നത്, മകളിരിക്കുന്നത്. വാപ്പ അവിടെ നിന്ന് ഇങ്ങനെ ദർസ് നടത്തിയിട്ട് ആളുകൾ ഹദീസ് വായിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു പരമ്പര തെറ്റിയാൽ മാലിക് ഇമാം തങ്ങളുടെ പിന്നിലുള്ള ബോർഡിൽ ഒരു മുട്ടിങ്ങനെ കേൾക്കും. അതിന്റെ അർത്ഥം ഇവിടെ വായിച്ചത് എവിടെയോ മിസ്റ്റേക്ക് ആയിട്ടുണ്ട് എന്നാണ്. ഇവിടെ വായിച്ചത് എവിടെയോ തെറ്റി. അപ്പോൾ പറയും ഒന്നുകൂടെ വായിക്കാൻ. അത്രയും വലിയ കഴിവുള്ള ആലിമയായിരുന്നു ഇമാം മാലിക് തങ്ങളുടെ മകൾ. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ആരാണ്? മദീനത്തെ പള്ളിയിൽ 40-ലേറെ കൊല്ലം ദർസ് നടത്തിയ മഹാനാണ്. മഹാനവറുകളുടെ മകളോ വലിയ ആലിമത്താണ്. ഒരു മുത്താലിമിനെ കൊണ്ട് കല്യാണം കഴിച്ചു കൊടുത്തു. സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മുത്താലിമിന് നിക്കാഹ് ചൊല്ലിയിട്ട് അങ്ങ് വീട്ടിൽ പോയി. ഉസ്താദിനോട് ചോദിച്ചില്ല മോളെവിടെ, പുതിയവനെവിടെ എന്ന് ചോദിച്ചില്ല, അങ്ങ് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോൾ മകളെ കൂട്ടിയിട്ട് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഈ ശിഷ്യന്റെ വീടിന്റെ വാതിൽക്കലേക്ക് രാത്രി മോളെയും കൊണ്ടുപോയി. വാതിൽ മുട്ടി, താരീഖിൽ കാണാം. അപ്പോൾ ഈ ശിഷ്യൻ പറയാ, ഞാൻ ചോദിച്ചു ആരാണ്? സഈദ്, ഞാൻ സഈദാണ്. എനിക്ക് ലോകത്തെ പരിചയമുള്ള മുഴുവൻ സഈദുമാരെയും എനിക്ക് ഓർക്കാൻ കഴിഞ്ഞു, എന്റെ ഉസ്താദിനെ ഒഴികെ. കാരണം എന്റെ ഉസ്താദായ സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പള്ളിയല്ലാതെ വേറൊരു വഴിക്ക് സഞ്ചരിച്ച് ഞങ്ങൾക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുള്ള എല്ലാ സഈദും ഒന്ന്, പക്ഷേ എന്റെ ഉസ്താദിനെ ഞാൻ ഓർത്തില്ല. ഞാൻ ചോദിച്ചു ഏതാ സഈദ്, ഏത് സഈദാണ്? അപ്പോൾ പറഞ്ഞു അന സഈദ് ബിൻ മുസയ്യിബ്. നീ നിക്കാഹ് കഴിഞ്ഞത് ഒറ്റയ്ക്കിരിക്കാനല്ല, നിന്റെ പുതിയ പെണ്ണ് എന്റെ മകളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, തരാമെന്നതാ. ശരി. അപ്പോൾ പരിസരത്തുള്ള അയൽവാസികളായ ഉമ്മമാരെ വിളിച്ചൂതാ, എന്റെ വീട്ടിലേക്ക് പുതിയ പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുന്നു ഉസ്താദ്, ആ പുതിയ പെണ്ണിനെ ഒന്ന് പരിചരിക്കാൻ നിങ്ങളൊക്കെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ആ പുതിയ പെണ്ണിനെ സ്വീകരിച്ചു. പിറ്റേന്ന് രാവിലെ ഉണ്ട് ഈ പുതിയാപ്പിള ഇറങ്ങുന്നു വീട്ടിൽ നിന്ന്. പുതിയ പെണ്ണ് ചോദിച്ചു എവിടെ പോവാന്ന് ചോദിച്ചു. ഞാൻ വേറെ എവിടെയും പോവല്ല, ഉപ്പാന്റെ ദർശനം കേൾക്കാൻ പോകുന്നു. അപ്പോൾ ആ മകള് പറഞ്ഞു, ഇന്നെന്റെ വാപ്പ എടുക്കാൻ പോണ ദർസ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ അവിടെ പോകേണ്ടത് വേണ്ട. എന്റെ വാപ്പ എടുക്കാൻ പോണ ദർസ് ഞാൻ ഇവിടുന്ന് പറഞ്ഞു തന്നേക്കാം.
അത്രയും വലിയ ആലിമത്തായിരുന്നു സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. അതുപോലെ എത്രയോ മഹദിമാരുണ്ട്. എന്നാൽ സമയം പോരാ. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന വലിയ മഹദിയാണ് ആമിനത്തുർ റുമൈല റളിയല്ലാഹു അൻഹാ. ഒരു വീട്ടിൽ കൂട്ടുകാരൻ രോഗിയായി കിടക്കുകയാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചെന്നു. രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നതാണ്. അപ്പോഴറിഞ്ഞു ആമിനത്തുർ റുമൈല എന്ന മഹദി ഈ വീട്ടിലുണ്ടെന്ന്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ദുആരക്കാൻ പറയണേ, ആമിനത്തുർ റുമൈലാനോട് ദുആരക്കാൻ പറയണേ. ദുആരക്കാൻ പറയണത് കണ്ടിട്ടല്ല, ഹിജാബ് പാലിച്ചോണ്ടാ. ഈ മഹദികളെല്ലാം ഹിജാബ് പാലിച്ച് വീട്ടിലിരുന്ന മഹദികളാണ്, തെരുവിലിറങ്ങിയവരല്ല. അങ്ങനെ അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുവേ അബൂ അബ്ദുല്ലാ അഹ്മദ് ബിൻ ഹംബലിന് നീ നൽകണേ സന്തോഷം. വസിയാദ. അന്ന് ആ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടിയ മനാമ് അന്നുണ്ടായി എന്ന് ചരിത്രത്തിൽ കാണാം. അത്രയും വലിയ മഹദിയായിരുന്നു ആമിനത്തുർ റുമൈല റളിയല്ലാഹു തആല അൻഹാ എന്ന മഹദി. ഇതുപോലെ എത്രയെത്ര മഹാന്മാരാണ്, മഹദികളാണ്. സഹീഹുൽ ബുഖാരി, അതിന് ലോകത്തെ ഏറ്റവും വലിയ വ്യാഖ്യാനം എഴുതിയതാരാണ്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ആണ്. ഇബ്നു ഹജർ തങ്ങൾ വൈകുന്നേരം വീട്ടിൽ വന്നാല് ഉപ്പും മുളവും, കറിയുടെ ഉപ്പും മുളവും ചോദിച്ചിട്ട് അടിപിടിയല്ല, ഹദീസിനെ കുറിച്ചുള്ള ചർച്ചകളാ. സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം എഴുതുമ്പോ ഈ ഹദീസ് സഹീഹാണോ, ഈ ഹദീസ് ദഈഫാണോ, ഈ ഹദീസ് സഹീഹാണോ, ഈ ഹദീസ് ദഈഫാണോ, ആരായിട്ടുള്ള ചർച്ച? ഭാര്യയുമായുള്ള ചർച്ച അങ്ങനെയായിരുന്നു എന്ന് നിസാഉ മിൻ താരീഖ് എന്ന ഗ്രന്ഥത്തിൽ കാണാം. അറിയുമോ സഹോദരിമാരെ, അവ നല്ല വിവരമുള്ള വലിയ വലിയ ആലിമകൾ ഇവിടെ കഴിഞ്ഞുപോയി. നമ്മുടെ മക്കൾ നല്ല ഇൽമുള്ളവരായി വളർന്നു വന്നാൽ മുൻഗാമികൾ അങ്ങനെ അധ്വാനിച്ചിട്ടല്ലേ ഇവിടെ ഇൽമുണ്ടായത്. ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മാസം ഞാൻ സഞ്ചരിക്കുകയാണ് ഇലാ അബ്ദുല്ലാഹി ബിൻ ഉനൈസ്. അബ്ദുല്ലാഹി ബിൻ ഉനൈസ് എന്നവരെ തേടിയിട്ട് പോയതാണ്. ഫീ ത്വലബി ഹദീസിൻ വാഹിദിൻ, ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി ഒരു മാസത്തെ വഴിദൂരം യാത്ര ചെയ്ത മഹാനാണ് ജാബിർ ബിൻ അബ്ദുല്ലാഹ്. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഒരു മാസത്തെ വഴി ദൂരം സഞ്ചരിച്ചു ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടിയാണ്. ഞാൻ നീട്ടുന്നില്ല, ഒരുപാട് മഹാന്മാരെ എണ്ണാനുണ്ട്. ഒരു സംഭവം ഞാൻ പറയട്ടെ. മഹാനായ വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇൽമിന്റെ മജ്ലിസാണ് എനിക്ക് ലോകത്ത് വെച്ച് ഏറ്റവും സന്തോഷമുള്ള മജ്ലിസ്, അത് ഇൽമിന്റെ മജ്ലിസാണ്. ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്, സലഫുസ് സ്വാലിഹീങ്ങളിൽ നിന്നുള്ള ഒരാൾ അതാ ഇമാം ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ വാതിൽക്കൽ സലഫുസ് സ്വാലിഹീങ്ങളിൽപ്പെട്ട കുറെ മഹാന്മാരിക്കുന്നുണ്ട്. ശുഅബ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ ഉള്ളിലാ, വീടിന്റെ വാതിൽക്കൽ നിന്നിട്ട് അക്കാലത്തെ വലിയ പണ്ഡിതന്മാരിങ്ങനെ ചർച്ച ചെയ്യുക. ഒരു ഹദീസിനെ കുറിച്ചാണ് ചർച്ച. ആ ഹദീസ് എന്താണ്? മൻ തവല്ലാ ഫഅഹ്സനൽ വുളൂഅ ثم دخل المسجد فصلى ركعتين واستغفر الله غفر الله له എന്നിങ്ങനെ സ്വഹാബികൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, അതിന്റെ മുൻഭാഗം കൂടി വായിക്കാൻ. ചോദിച്ചു, അതിന്റെ മുൻഭാഗം ഏതാണ്? മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് തുടങ്ങുന്ന ഭാഗം അങ്ങ് പറഞ്ഞു. ഈ ഹദീസിനെ കുറിച്ച് റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ വാതിൽക്കൽ ഇരുന്ന് പണ്ഡിതന്മാര് പറയാണ്, ഹദ്ദസനാ ഇസ്രാഈലു അൻ നബി ഇസ്ഹാഖ് അൻ അബ്ദുല്ലാഹി ഇബ്നു അതാ അൻ ഉഖബത ഇബ്നു ആമിർ എന്നിങ്ങനെ ഈ ഹദീസിന്റെ നിവേദന പരമ്പര പറഞ്ഞുകൊണ്ട് ചൊല്ലിയപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ശുഅബ റളിയല്ലാഹു അൻഹു ഇറങ്ങി വരികയാണ്. വന്നിട്ട് ചോദിക്കുന്നു, അല്ല കൂട്ടരേ, നിങ്ങൾ ഈ പരമ്പര പറഞ്ഞത് ശരിയാണോ? ഈ
പരമ്പര പറഞ്ഞത് ശരിയാണോ? അബൂബക്കറിൽ നിന്ന് ഖാലിദ് കേട്ടു, ഖാലിദിൽ നിന്ന് ഉമർ കേട്ടു, ഉമറിൽ നിന്ന് സുലൈമാൻ കേട്ടു. ഉദാഹരണം പറഞ്ഞ ശുഐബ് റളിയല്ലാഹു അൻഹു വെച്ച് ഇങ്ങനെ ഒരു പരമ്പരയോ? ആരിൽ നിന്ന് ആര് കേട്ടു? ഇന്ന ആളിൽ നിന്ന് ഇന്ന ആൾ. അയാൾ എവിടെ? നേരെ മക്കത്തേക്ക് പോയി. അവിടുന്ന് ഷാമിൽ നിന്ന് മക്കയിലേക്ക് നടന്നു. നിങ്ങൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോന്നറിയാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇന്ന ആള് പറഞ്ഞു തന്നിട്ടില്ല, വേറൊരാള് മദീനയിലുള്ള ആളാണ്, ഞാൻ വായിച്ചു പറയാൻ സമയമില്ലാത്തോണ്ട് പറയാം. നേരെ മദീനത്തേക്ക് ചെന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ വ്യക്തതയില്ല, മറ്റേ ആളാണെന്ന് പറഞ്ഞു. അപ്പൊ നേരെ അങ്ങോട്ട് പോയി. ആ മാസങ്ങളോളം സഞ്ചരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഈ ഹദീസിന്റെ പരമ്പരയിൽ ഒരാൾ സ്വീകാര്യയോഗ്യനല്ല എന്ന് മഹാനായ ശുഐബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇങ്ങനെ നടന്നിട്ടാണ് അല്ലാഹുവിന്റെ ഇൽമ് ഇവിടെ പഠിച്ച് പരിചയപ്പെടുത്തിയത്. ഇന്നത്തെ പുതിയ തലമുറയിലെ കുറെ വിവരമില്ലാത്ത മക്കളുണ്ട്. 50 കൊല്ലം 60 കൊല്ലമൊക്കെ ഓതിപ്പടിച്ച പണ്ഡിതന്മാരെടുക്കൽ വന്നിട്ട് ചോദിക്കും, ബുഖാരിയിലുണ്ടോ? എം.എ. ഉസ്താദിനെ പോലെ, എ.കെ. അബ്ദുറഹ്മാൻ ഉസ്താദിനെ പോലെ വലിയ ആലിമീങ്ങളോട് ചെറിയ ചെറുപ്പക്കാർ വന്നിട്ട് ചോദിക്കും, ബുഖാരിയിലുണ്ടോ? എന്ത് ബുഖാരി? ബുഖാരിയുണ്ടോ? എന്ത് ബുഖാരി? ഇമാം ബുഖാരി അറിയില്ല, സഹീഹുൽ ബുഖാരി അറിയില്ല. ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലും അതിലും ഇതിലും ഒക്കെ ഓരോന്ന് കണ്ടിട്ട് വന്ന്, ഇനിയിപ്പോ റമദാൻ മാസമാവുന്നതിന്റെ കുറെ എണ്ണം വരും, തറാവീഹ് ഇട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. റബീഉൽ അവ്വൽ ആവുമ്പോൾ കുറെ ആൾ വരും, മൗലിദ് ഓതണ്ടെന്ന് പറഞ്ഞിട്ട്. റജബ് മാസമാകുമ്പോൾ പറയും മെഹറാജിന്റെ നോമ്പില്ല എന്ന് പറഞ്ഞിട്ട്. ഷഅബാനാകുമ്പോൾ പറയും ബറാഅത്തില്ല എന്ന് പറഞ്ഞിട്ട്. എല്ലാ മാസവും ഓരോ ഫിത്നയും കൊണ്ടുവരും. എന്നിട്ടോ വലിയ ആഴമുള്ള ആലിമീങ്ങളെ മുഴുവനെ ചോദ്യം ചെയ്യും. വിവരക്കേടാണത്. പ്രിയമുള്ളവരെ, 50 കൊല്ലം 60 കൊല്ലം ദർസ് നടത്തിയ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്തിട്ട് വലത്തുനിന്ന് ഇടത്തോട്ടെഴുതി വായിക്കാൻ പോലും അറിയാത്ത അല്പജ്ഞാനികൾ മതം കൈയേറ്റം ചെയ്യുന്ന കാല. കാരണം എന്താ? ഇൽമുള്ളവര് പോയി, ജാഹിലീങ്ങൾ പറയാൻ തുടങ്ങി. ഒരിക്കലും ഞാനിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ സുബഹി നിസ്കരിക്കുന്നു സീറ്റിൽ ഇരുന്നിട്ട്. ഞാൻ അയാളോട് പറഞ്ഞു, ഇവിടെ ട്രെയിൻ നിർത്തും, നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഖിബലക്ക് മുന്നിട്ട് നിസ്കരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മടക്ക് നിസ്കരിക്കണ്ടില്ല, നിങ്ങൾക്ക് മടക്കാണ്ട് തന്നെ പോവാം എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, അതൊന്നും വേണ്ടാന്ന്. പിന്നെ ഞാൻ അയാളോട് പറഞ്ഞു, സാധാരണക്കാരനല്ലേ എന്ന് ചോദിച്ചാൽ മുത്തലിമല്ലേ പറഞ്ഞു കൊടുത്തേ. അപ്പൊ അയാൾ പറഞ്ഞു, അതോ ഇല്ല, ഷാഫി പറഞ്ഞായിരിക്കുന്നു. പാറപ്പള്ളിത്തെ ഷാഫി അല്ല, ഷാഫി പറഞ്ഞായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി, ഇയാൾ വിവരമില്ലാത്ത ആളല്ല, വിവരമില്ല എന്നുള്ള വിവരമില്ലാത്ത ആളാണ്. മഹാനായ തനവാ ഉസ്താദ് പറഞ്ഞു, നാലാമനോ പടുജാഹിലാലവലില്ല, അവൻ ജാഹിലാണെന്നുള്ളതും അറിവില്ല, അവനോടടുക്കണ്ട ഹബീബേ പോടോ, കഴുതയ്ക്ക് പുല്ല് പറിക്കടോ ഹൈറാടോ. ചില വിവരമില്ലാത്തവരുണ്ട്, അവർക്ക് വിവരമില്ല എന്ന ബോധമുണ്ട്, അത് വലിയൊരു വിവരമാണ്. അതേസമയത്ത് വിവരമില്ല എന്നുള്ള ബോധമില്ല, അവനോടടുത്തിട്ട് കാര്യമില്ല. കഴുതയ്ക്ക് പുല്ല് പറിച്ചാൽ ഒരു ജീവിക്ക് ഭക്ഷണം കൊടുത്ത കൂലി കിട്ടും, ഇവന്റെ കൂടാണെന്ന് അതും കിട്ടൂല. അറിയോ സഹോദരന്മാരെ? അപ്പൊ ഇയാൾ പറയണ എന്താ? ബുഖാരിക്കൊക്കെ അല്ലേ ഹദീസ് അറിയൂ, ഷാഫിക്ക് വല്ലോ അറിയോ? ഇതാണ് ഇയാളെ ചോദ്യം. ഷാഫി ഇമാം തങ്ങളെ കുറിച്ച് ഇന്ന് ചില ചെറുപ്പക്കാരുണ്ട്, വലിയ വലിയ ആലിമീങ്ങളെ കുറ്റം പറയുന്നു. പൊന്മള ഉസ്താദിനെ പോലെ, പേരോട് ഉസ്താദിനെ പോലെ. അല്ലാഹു അവരുടെ ആയുസ്സിൽ ബർക്കത്ത് കൊടുത്ത് നമുക്ക് അനുഗ്രഹിക്കട്ടെ. വലിയ വലിയ മഹാന്മാരാണവർ. അവരെ ആരെയും ആ സ്ഥലപ്പേര് കൊണ്ട് മാത്രം വിളിക്കാൻ പാടില്ല. അവര് വലിയ ആലിമീങ്ങളാണ്. പേരോട് ഉസ്താദ് എന്ന് തന്നെ പറയണം, പൊന്മള ഉസ്താദ് എന്ന് തന്നെ പറയണം. അല്ലാതെ അവരുടെ സ്ഥലപ്പേര് മാത്രം വെച്ചുകൊണ്ട് വിളിക്കാൻ പാടില്ല. കാരണം നമ്മളൊക്കെ കറങ്ങിയും ഉറങ്ങിയും നടന്നപ്പോൾ ഉറക്കൊഴിഞ്ഞ് ഇൽമു പഠിച്ച മഹാന്മാരാണവർ. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 2 കൊല്ലം മദ്രസത്തുർ റവാഹിയിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ എന്റെ ശരീരം കിടക്കാൻ വേണ്ടി ചരിച്ചു വെച്ചിട്ടില്ല. 2 കൊല്ലം മുഴുവനും ഞാൻ ഉറങ്ങിയിട്ടില്ല. കിതാബ് നോക്കുമ്പോ ചെറിയ മയക്കം വരും, ചിലപ്പോ ഇങ്ങനെ ഒന്ന് തൂങ്ങും, പിന്നെ ഞാൻ വീണ്ടും ഉണർന്നിട്ട് ഇൽമു പഠിക്കും. അങ്ങനെയാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി 40 വയസ്സ് വരെയാണ് മഹാനവറുകൾ ജീവിച്ചത്.
മാതാപിതാക്കളെ കംപ്ലൈന്റ് ചെയ്തില്ല. നബവി ഇമാം തങ്ങൾ 40ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരെ ഭക്ഷണം പാചകം ചെയ്തു കൊടുത്തത് ഉമ്മയാണ്, ഭക്ഷണം കൊണ്ട കൊടുത്തത് ഉപ്പയാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച മഹാനാണ്. നമ്മളൊക്കെ ഒരു 10-20 വയസ്സുള്ള കുട്ടികൾ ഓതാൻ പോയാലോ, ഇനി നീ ഓതാൻ പോവാ, എവിടെയെങ്കിലും പണി ചെയ്യണമെന്ന് പറയും. പക്ഷെ നബി ഇമാം തങ്ങളുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും കംപ്ലൈന്റ് ഇല്ല, ജോലി ചെയ്ത് കൂലി കൊണ്ടുവരാത്ത പരാതിയില്ല. നബി ഇമാം തങ്ങൾ മുഴുസമയം അറിവിന്റെ വഴിയിലാണ്. ദർസ് നടത്തുന്നവർക്കന്ന് ഡമാസ്കസിലെ ഗവൺമെന്റ് ശമ്പളം കൊടുക്കാറുണ്ട്. ആ ശമ്പളവും നബവി ഇമാം തങ്ങളെ വാങ്ങാറില്ല. നബവി ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്? അറിവിന്റെ വലിയ ലോകമാണ്. മഹാനവരുടെ പേര് പറയാൻ പോലും അർഹത നമുക്കില്ല. ആ ഇമാം നബവി റളിയല്ലാഹു അൻഹു രാവും പകലുമില്ലാതെ പഠിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ ഇൽമിന്റെ വഴിയും പഠിച്ച നബവി ഇമാം റളിയല്ലാഹു അൻഹു അതാ ഗവൺമെന്റിൽ നിന്ന് ശമ്പളം വാങ്ങുന്നില്ല. ഒരു ദിവസം രാജാവ് വിളിച്ചു, ഭരണാധികാരി വിളിച്ചിട്ട് പറഞ്ഞു, ഭരണകൂടത്തിന് അനുകൂലമായി ഫത്വ കൊടുക്കണം, ദീനിന് അനുകൂലമായിട്ടല്ല ആ ഫത്വ. നബവി ഇമാം തങ്ങൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ഫത്വ തരൂല, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മതം മാറൂല. താജുൽ ഉലമാ തങ്ങൾ പറഞ്ഞില്ലേ, വലൗ വഹദീ, ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഹക്കിന്റെ പക്ഷത്തെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇമാം നബവി തങ്ങൾ പറയുകയാണ്, ഇല്ല, ഹക്കിനെതിരെ ഞാൻ പറയൂല. അപ്പോൾ രാജാവ് വിളിച്ച ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഈ മുസ്ലിയാരുടെ ശമ്പളം അങ്ങ് ഒഴിവാക്കണേ. അപ്പോ ഉദ്യോഗസ്ഥൻ പറയാണ്, ഈ മുസ്ലിയാര് ശമ്പളം വാങ്ങാറില്ല. അപ്പോൾ രാജാവിന് വേറൊന്നും ചെയ്യാനില്ല. രാജാവ് വിചാരിച്ചു, ഒന്ന് കയ്യേറ്റം നടത്തിക്കളയാം, കായികമായി അങ്ങ് കൈകാര്യം ചെയ്യാം. ചാടി അങ്ങ് എഴുന്നേറ്റപ്പോൾ നബവി ഇമാം തങ്ങൾ ലളിതമായ ജീവിതമുള്ള വലിയ മഹാനല്ലേ. നബവി ഇമാം തങ്ങൾ നോക്കി, ഭരണാധികാരി ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ മേലെ ഒരു വിരിപ്പുണ്ട്, ആ വിരിപ്പിൽ ഒരു പുലിയുടെ ഫോട്ടോ ഉണ്ട്. നബവി ഇമാം തങ്ങൾ ആ ഫോട്ടോയിൽ നോക്കിയിട്ട് പറഞ്ഞു, ഖുംബി ഇതിനില്ല, അള്ളാന്റെ കൽപ്പന പ്രകാരം ചാടി എഴുന്നേറ്റോ. അപ്പോഴേക്കൊരു പുലി അവിടെ പ്രത്യക്ഷപ്പെട്ടുപോയി. രാജാവിന് മനസ്സിലായി, ഇത് സാധാരണ മുസ്ലിയാരല്ല, ഇത് സാധാരണ തങ്ങളല്ല, ഇത് കോളുകൂടിയ തങ്ങള് തന്നെ. കളി ഇവിടെ പറ്റൂല. അറിയുമോ മുഅ്മിനീങ്ങളെ, ആ നബവി ഇമാം തങ്ങളെ ലോകത്തിനു നൽകിയതാരാണ്? നല്ല ഒരു വാപ്പയും ഉമ്മയുമാണ്. അതുകൊണ്ട് എന്റെ മാതാപിതാക്കളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ മഹാന്മാരായ മുൻഗാമികളെ കണ്ടിട്ട് നമ്മുടെ മക്കളെ വളർത്തണം. ആ നബവി ഇമാം തങ്ങൾ ഡമാസ്കസിൽ നിന്ന് അതാ വളരെ കഠിനാധ്വാനം ചെയ്ത് ഈജിപ്തിലേക്ക് പോയി ശാഫിഈ ഇമാം തങ്ങളുടെ സിയാറത്ത് ചെയ്യാൻ. ശാഫിഈ ഇമാം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ ദൂരെ നിന്ന് പറഞ്ഞു, അതാ ആ കാണുന്നതാണ് ശാഫിഈ ഇമാം തങ്ങളുടെ മഖാം. ആ കണ്ട സ്ഥലത്ത് നിന്ന് ദുആ ചെയ്തിട്ട് നബവി ഇമാം തങ്ങൾ തിരിച്ചങ്ങ് നടന്നപ്പോൾ അവിടെയുള്ളവര് ചോദിച്ചു, എന്തേ ആ മഖബറയുടെ ഉള്ളിലേക്ക് കയറാതെ നിങ്ങൾ ഈ ദൂരത്ത് നിന്നങ്ങ് പോകുന്നത് എന്താണ്? ഇപ്പൊ നബവി ഇമാം തങ്ങൾ പറഞ്ഞു, ശാഫിഈ ഇമാം തങ്ങൾ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ അവിടെ നിന്നിരിക്കുന്ന ഹൈമ കണ്ടാൽ പിന്നെ മുന്നോട്ട് നീങ്ങാൻ എനിക്ക് കഴിയില്ല. അത്ര വലിയ സ്ഥാനമുള്ള മഹാനാണ് ഇമാം നബവി തങ്ങൾ. ഇന്ന് നമ്മളൊക്കെ സിയാറത്തിന് പോകുമ്പോഴോ മക്ബറെ കെട്ടിച്ചാടി അങ്ങ് വീണാലേ സിയാറത്താവുള്ളൂ നമ്മുടെ വിചാരം. അവരോടുള്ള അദബ് കാണിക്കണം, നല്ല അദബ് വേണം.
ഉള്ളാളത്ത് പോയാലും വെട്ടിക്കുളത്ത് പോയാലും എവിടെ പോയാലും ആ മഹാന്മാരോട് നല്ല അദബ് വേണം. ഉമ്മമാര് പെങ്ങന്മാരോട് പറയുന്നു, ഔറത്ത് തുറന്നിട്ട് ഒറ്റ മഹാന്റെ മഖബറയിലും പോകാൻ പാടില്ല, മഹാന്മാരുടെ പൊരുത്തമുണ്ടാവൂല. ഇസ്ലാമിന്റെ നിയമം പാലിച്ചുകൊണ്ട് പോകണം. നമ്മൾ ആണുങ്ങളാണെങ്കിലും ജീവിതകാലത്ത് അവരെടുക്ക് പോകും പോലെ വേണം വഫാത്തിന് ശേഷം പോകാൻ. ആ ഒരു ആളമത്തെ മനസ്സിൽ വേണം, ആ ഒരു ബഹുമാനം വേണം. അപ്പോഴാണ് ആ ബറക്കത്ത് നമുക്ക് കിട്ടുക. അപ്പോൾ മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു ദൂരെ നിന്ന് കണ്ട് സിയാറത്ത് ചെയ്തിട്ട് മടങ്ങുകയാണ്. ഈ വിവരം ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അറിയുകയാണ്. സുബ്കി റളിയല്ലാഹു അൻഹു ആരായി പേര് പറഞ്ഞു പോകാൻ എളുപ്പമാണ്. വലിയ അറിവിന്റെ ഒരു മഹാത്ഭുതമാണ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു. സുബ്കി ഇമാം തങ്ങൾ ഡമാസ്കസിലേക്ക് നടന്നുപോയി. ചെന്നിട്ട് ചോദിച്ചു, ഇമാം നബവി തങ്ങളുടെ ദർസ് എവിടെ? അപ്പൊ നബവി ഇമാം തങ്ങൾ വഫാത്തായി പോയിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബവി ഇമാം തങ്ങളുടെ ദാറുൽ ഹദീസിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, എവിടെ ഇരുന്നാണ് നബവി ഇമാം തങ്ങൾ ദർസ് നടത്തിയിരുന്നത്? അപ്പോൾ പറഞ്ഞു, അത് ആ സ്ഥലത്ത് നിന്നാണ്. ഫതമറഗ ബിവജ്ഹിഹി, അവിടെ മുഖമിട്ട് ഒരതിയിട്ട് മുത്തം കൊടുത്ത് ബറക്കത്തെടുത്തു. എന്നിട്ട് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു എന്ന ലോകപ്രസിദ്ധനായ മഹാൻ, ആ സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു നബവി ഇമാം തങ്ങളെ കാലുവച്ച സ്ഥലങ്ങളും തൊട്ടുമുത്തിയ തൊട്ട സ്ഥലങ്ങളെല്ലാം മുത്തം കൊടുക്കാൻ തുടങ്ങി. മക്കാനൻ മസ്സഹു ഖദമുൻ നബവി, നബവി ഇമാം റളിയല്ലാഹു അൻഹു ദർസ് നടത്തിയ സ്ഥലം, കാലുവച്ച സ്ഥലം, അവിടുന്ന് തൊട്ട സ്ഥലം എല്ലാം മുത്തം കൊടുത്ത മഹാനാണ്. വഫീ ദാരിൽ ഹദീഥി ലതീഫു മഅനാ, ആ മഹാനായ സുബ്കി ഇമാം തങ്ങൾ അവിടെ നിന്ന് പാടിയില്ലേ മുതഅല്ലിമുകളെ. അതുകൊണ്ട് ഉസ്താദുമാരോട് ബഹുമാനം വേണം, ആലിമീങ്ങളോട് ആദരവ് വേണം. അതാ ഉസ്താദുമാരോട് നല്ല ബഹുമാനം വേണം. ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ വീട്ടിൽ ഇരുന്നാൽ എന്റെ ഉസ്താദിന്റെ വീടിനു നേരെ കാല് നീട്ടാറില്ല. ഉസ്താദിന് നേരെയല്ല, ഉസ്താദിന്റെ വീടിന് നേരെ. വലൗ കാന ബൈനി വബൈനഹു സബ്ഉ സിക്കക്കിൻ, എന്റെയും എന്റെ ഉസ്താദിന്റെ വീടിന്റെയും ഇടയിൽ 7 ഇടവഴികളുടെ അകലമുണ്ടെങ്കിൽ പോലും ഉസ്താദിന്റെ വീടിന് നേരെ കാല് നീട്ടൂല. ഇന്ന് അങ്ങനത്തെ മുത്തഅല്ലിമീങ്ങൾ എവിടെ? സെൽഫി എടുക്കണ, ഫോട്ടോ എടുക്കണ, വാട്സപ്പിൽ ബഹളുണ്ടാക്കുന്ന, ഒരിടത്ത് പോയി ചായ കുടിക്കാൻ വയ്യ, ഭക്ഷണം കഴിക്കാൻ വയ്യ, സർവത്ര ക്യാമറ. ഇപ്പൊ ഒജീനിച്ച ദുആ ഒരു വീട്ടിലും വേണ്ട, ആളുകൾക്ക് ഫോട്ടോ എടുത്താൽ മതി. തങ്ങന്മാരും ഉസ്താദുമാരും ഒന്നും ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതെ ഫോട്ടോ എടുക്കുന്ന ആളുകൾ, അല്ലാതെ ഫോട്ടോ എടുക്കുന്ന ആളുകൾ. നമ്മൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. മുതഅല്ലിമുകളെ, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയകളിൽ, വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, അതിന്റെ ഒക്കെ ലോകത്തിങ്ങനെ വ്യവഹരിച്ചിട്ട് ഇമാമിയങ്ങൾ എഴുതിയ കിതാബ് നോക്കാൻ കുട്ടികളില്ല. കിതാബുകൾ കരയാ പള്ളിയുടെ മൂലയിരുന്നിട്ട് നോക്കാൻ ആളില്ല. അതേ സമയത്ത് നമ്മുടെ മുൻഗാമികളായ ആളുകൾ കിതാബ് നോക്കാൻ വേണ്ടിയിട്ട് കിതാബില്ലാതെ ഓടി നടന്ന് കഷ്ടപ്പെട്ടു. ബഹുമാനപ്പെട്ട പതി ഉസ്താദിന്റെ കാലത്ത് ഒരു സംവാദത്തിന് കിതാബില്ലാഞ്ഞിട്ട് വളമംഗലം കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അടുക്കൽ പതി ഉസ്താദിന്റെ ചരിത്രം എഴുതാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ ബുഖാരിയിൽ പഠിക്കുമ്പോൾ അന്ന് പറയാണ്, ഞങ്ങളെ നാട്ടിലൊരു സംവാദത്തിന് തുഹഫ ഇല്ലാഞ്ഞിട്ട് വാഴക്കാട് പോയിട്ട് സൈക്കിളിൽ കൊണ്ടുവന്നു തുഹഫ. എന്നിട്ടാണ് ഞങ്ങൾ നോക്കിയത്. പണ്ടിവിടെ കുത്തുബ്ഖാനുകളില്ല. ചാലിയത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ശാലിയാത്തി തങ്ങളുടെ മഖാമിനടുത്തുള്ളത് അവിടുത്തെ കുത്തുബ്ഖാനയും അതുപോലെ ഒറ്റപ്പെട്ട കുത്തുബ്ഖാനകളേ ഉള്ളൂ. ഇന്നെല്ലാ സ്ഥാപനത്തിനും പള്ളിയിലൊക്കെ കിതാബുണ്ട്, പക്ഷെ നോക്കാൻ കുട്ടികളില്ല. അതുകൊണ്ട് നമ്മളെല്ലാം നന്നായി പഠിക്കണം, നല്ല ആദബുള്ളവരാകണം. ആദബിൽ നിന്നാണ് എല്ലാ ഇൽമും കിട്ടുന്നത്. അതുകൊണ്ട് മഹാന്മാരായ ഉസ്താദുമാരെ ആദരിക്കണം, സ്വാലിഹീങ്ങളെ ആദരിക്കണം, സാദാത്തുക്കളെ ആദരിക്കണം. അഹ്ലുബൈത്തിന് നേതൃത്വമുള്ള വലിയൊരു സ്ഥാപനമാണിത്. അതുകൊണ്ട് അഹ്ലുബൈത്തിന് മഹത്വം അറിയണം. ഞാനിനി നീട്ടുന്നില്ല. നല്ല ഇൽമ പഠിക്കുന്ന ആലിമീങ്ങളായി വരണം,
ഞാൻ ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുത്തത് നമ്മുടെ വേനലവധിക്കാലമാണ്. കുട്ടികൾ കറങ്ങി നടക്കുകയാണ്, റമദാൻ വരികയാണ്, നമ്മുടെ ദർസുകളിലേക്ക് പുതിയ അഡ്മിഷൻ വരേണ്ട സമയമാണ്. അതുകൊണ്ട് നമ്മുടെ ഒക്കെ മക്കളെ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി വിടണം. ഇവിടെ നല്ല ദർസ് നടക്കുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ ഇവിടെ വിടണേ. ഇനി ഇവിടെ 500 മുത്തഅല്ലിമീങ്ങൾ വന്നാലും തങ്ങളുപ്പാപ്പാന്റെ നേതൃത്വമുണ്ട്, നിങ്ങൾക്കൊക്കെ ഇവിടെ സൗകര്യം ചെയ്തു കൊടുക്കണം. അങ്ങനെ നല്ല വലിയ ദർസായി ഇത് വളരണം, വലിയ ഇൽമിന്റെ നാടായി ഇത് വളരണം. അങ്ങനെ നല്ല ഇൽമിന്റെ ഖിദ്മത്തിലായി ഒരു നാട്ടിൽ മുത്തഅല്ലിമീങ്ങൾ ഉണ്ടായാൽ ആ നാടിനതൊരു കാവലാണ്, ആ നാടിന് വലിയ ഹിഫ്ളാണ്. എന്റെ മകൻ ഒരു ആലിമായാൽ, എന്റെ മകനൊരു മുത്തഅല്ലിമായാൽ അതെനിക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി തഖ്വയോടെ ജീവിക്കണേ. അവസാനം മരിക്കുന്ന നേരത്ത് കാമിലായ ഈമാനോടെ മരിക്കാൻ അല്ലാഹുവേ നിന്റെ മഹാന്മാരായ ആലിമീങ്ങൾക്കൊക്കെ നീ നൽകി വലിയ ഔദാര്യമുണ്ട്. മുത്തഅല്ലിമുകളായ ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനേ. കൂട്ടുകാരെ, ഞാനിനി നീട്ടുന്നില്ല, ഒറ്റ ചെറിയൊരു സംഭവം പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട അബുൽ ഖാസിം റസ്സാഇ റളിയല്ലാഹു അൻഹു ആരാണ്? അബുൽ ഖാസിം റസ്സാഇ റളിയല്ലാഹു അൻഹു ആരാണ്? 6 ഹദീസിന്റെ പണ്ഡിതന്മാരുടെയും ഉസ്താദാണ്. മഹാനവറുകളുടെ പ്രധാന പണി എന്താണ്? ഹദീസ് റിപ്പോർട്ട് ചെയ്യലാണ്, ഹദീസ് എഴുതലാണ്. ആ മഹാനായ അബുൽ ഖാസിം റസ്സാഇ തങ്ങൾ ജീവിതകാലത്ത് ചിരിച്ചിട്ടില്ല. കാരണം എങ്ങനെയാണ് ചിരിക്കുക? സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഉറപ്പ് വന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവസാന സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളുടെ മടിയിൽ നിന്ന് തലയങ്ങ് വലിച്ചു മാറ്റിയില്ലേ? ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നറിയില്ലല്ലോ മോനെ അബ്ദുല്ലാഹ്. സ്വർഗത്തിൽ വീടുണ്ടെന്ന് നബിതങ്ങളെ മുന്നറിയിപ്പ് നൽകിയ സഹാബിയാണ്, മുത്തുനബിതങ്ങളുടെ കൂട്ടുകാരനാണ്. പക്ഷേ മഹാനവർകൾക്കും വലിയ ബേജാറാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാണ്. അങ്ങനെ ഓരോ ആളുകളും ഇൽമുള്ളവർ അള്ളാഹുവിനെ ഭയക്കുകയാണ്, അള്ളാഹുവിന്റെ സ്ഥാനം അറിയുകയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും നല്ല തഖ്വയോടെ ജീവിച്ച് നല്ല മുത്തഖീങ്ങളുടെ വഴി പിന്തുടർന്നിട്ട് അബുൽ ഖാസിം റസ്സാഇ തങ്ങൾ ചിരിക്കുന്നില്ല. വഫാത്തായി കഴിഞ്ഞപ്പോൾ ജനാസ കടന്നിങ്ങനെ ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ജനാസയെടുത്ത് മറമാടാൻ അവരുടെ മനസ്സനുവദിക്കുന്നില്ല. അപ്പോഴാണൊരശരീരി കേൾക്കുന്നത്, എന്റെ ജനാസ വേഗം എടുക്കണേ, എന്റെ ജനാസ വേഗം എടുക്കണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യന്തളിറുനീ ഫീ ഖബ്രീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ കാത്തു നിൽക്കുന്നുണ്ട്. എന്റെ മുത്തു നബി തങ്ങൾ എന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ജനാസ വേഗം എടുക്കണേ. അങ്ങനെയാണ് ജനാസ എടുത്തുകൊണ്ടുപോയതെന്ന് വഫയാത്തുൽ അയ്യാനിലുണ്ട്. ആ ജനാസ കൊണ്ടുപോയി ഖബറിൽ കിടത്താൻ വേണ്ടി ചെല്ലുമ്പോൾ ഇന്നാ വജദ്നാ റീഹൽ മിസ്കി മിൻ ബാത്തിനിൽ ഖബ്രി, ഖബറിന്റെ ഉള്ളിൽ നിന്ന് നല്ല കസ്തൂരിയുടെ ഗന്ധമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരത്തിന്റെ ഗന്ധമല്ലേ? അതുകൊണ്ട് നന്നായി സ്വലാത്ത് ചൊല്ലി നല്ല ഇൽമു പഠിച്ച് ഇവിടെ ഇൻഷാ അല്ലാഹ് പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ള ദർസ് തുടങ്ങണമെന്ന് ഞാൻ ഇവിടെ ഒരു അഭിപ്രായമായി അറിയിക്കുകയാണ്. ഇവിടുത്തെ ഉസ്താദുമാരെന്നല്ല, എല്ലാ ഉസ്താദുമാരും എപ്പോഴും അറിവ് പറഞ്ഞു തരാൻ റെഡിയാണ്.
അതുകൊണ്ട് ഇവിടെയുള്ള ആലിമീങ്ങളെ ഉപയോഗിച്ച് ഈ നാട്ടുകാരും പരിസര നാട്ടുകാരുമായ നിങ്ങൾ അതാ നിങ്ങളെക്കൊണ്ട് കഴിയും പോലെ സുബഹി കഴിഞ്ഞാണെങ്കിൽ മഗ്രിബ് കഴിഞ്ഞാണെങ്കിൽ ദിവസവും ഒരു മുത്തഅല്ലിമായി ജീവിച്ച് പ്രായമുള്ളപ്പോഴും ഒരു മുത്തഅല്ലിമായി മരിക്കാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി അല്ലാഹു നമ്മയൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അഹ്ലുബൈത്തോ അത് നമുക്കുള്ള വലിയ കേന്ദ്രമാണ്. ആലു റസൂലില്ലാഹി ആലിം മഖാമുഹും വആലു റസൂലില്ലാഹി സൈനുൽ മഹാഫിലി വആലു റസൂലില്ലാഹി ആലിം മഖാമുഹും വആലു റസൂലില്ലാഹി സൈനുൽ ജഹാഫിലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അത് എല്ലാ വേദികളുടെയും ആധികാരികതയാണ്, അലങ്കാരമാണ്. ആ മഹാന്മാരെ നമ്മൾ സ്നേഹിച്ചാദരിക്കണം. ബാഅലവി എന്ന് പറയുന്ന വലിയ തറവാട്ടിലെ ബുഖാറയിൽ താമസമാക്കിയ സാദാത്തുക്കളുണ്ട്. ആ സാദാത്തുക്കളിൽപ്പെട്ടവരാണ് ബുഖാരി സാദാത്തുക്കൾ. ആ ബുഖാരി സാദാത്തുക്കളിൽ പെട്ട മഹാന്മാരാണ് നമ്മുടെ നാട്ടിലെ താജുൽ ഉലമാ തങ്ങളുപ്പാപ്പയും അതുപോലെ തന്നെ ഇപ്പോഴിവിടെയുള്ള അവിടുത്തെ മക്കളും തുടങ്ങിയുള്ള വലിയ മഹാന്മാർ. ഇവരുടെ കുടുംബ ചരിത്രം പറയാൻ എത്ര ഗ്രന്ഥങ്ങളാണ്. അൽ മസ്റഹുർ റവി തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങളില്ലേ, അതിലെല്ലാം അഹ്ലുബൈത്തിന്റെ ചരിത്രമാണ് പറയുന്നത്, അവരുടെ പരമ്പരയാണ് പറയുന്നത്. എനിക്കും നിങ്ങൾക്കും വാപ്പാന്റെ പേരറിയാം, ചിലപ്പോൾ ഉപ്പാപ്പാന്റെ പേരറിയാം, ഉപ്പാപ്പാന്റെ വാപ്പാന്റെ പേര് നമുക്കറിയില്ല. അല്ലെങ്കിൽ മൂന്നാമത്തെ വാപ്പാന്റെ പേരറിയുന്നവരിവിടെ ആരാണ്? അത് തങ്ങന്മാരേ ഉള്ളൂ, അത് സാദാത്തുക്കളേ ഉള്ളൂ. അവർക്ക് അവരുടെ ഉപ്പാന്റെ പേര് 40-ാമതോ 41-ാമതോ ചെല്ലുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നെ അങ്ങോട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരെയാണ്. പിന്നെ അങ്ങ് ആദം നബി വരെയുള്ള പരമ്പര വരെ അല്ലാമ ഇബ്നു കസീർ എന്നവരെ പോലെയുള്ളവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. തഖ്വ അല്ലാഹു നമുക്ക് കൈമുതലാക്കി തരട്ടെ. ഈ സ്ഥാപനവും ഈ പള്ളിയും ഈ പരിസരത്തുള്ള സംരംഭങ്ങളുമെല്ലാം വലിയ ഇസ്സത്തോടെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ. ഓരോ കാലത്തും ഇത് ഏറ്റെടുക്കാൻ പറ്റുന്ന നല്ലവരെ അല്ലാഹു തആല ഇവിടെ നിലനിർത്തി തരട്ടെ. താജുൽ ഉലമാ തങ്ങളുടെ 2 മക്കളും ഉള്ള വേദിയാണ്. അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഒരുപാട് കാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ ഞങ്ങളുടെ മഹാന്മാരായ സാദാത്തുക്കൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അവിടുത്തെ ഉപ്പാന്റെയും അവിടുത്തെ പരമ്പര സാദാത്തുക്കളുടെ മുഴുവനും പൊരുത്തം ഞങ്ങൾക്കെല്ലാം നീ നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നല്ല ദുആ, ഇവിടെ സയ്യിദന്മാരുടെ ദുആ ഉണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സാദാത്തുക്കളുടെ ദുആ ഉണ്ടാവും. നിങ്ങളെല്ലാം നല്ല സംഭാവന നമ്മുടെ ഈ ദർസിനു വേണ്ടി, ഇവിടുത്തെ സംരംഭങ്ങൾക്ക് വേണ്ടി നൽകണം. നല്ല സംഭാവനകൾ സാദാത്തുക്കളുടെ കയ്യിൽ ഇൻഷാ അല്ലാഹ് നൽകണം. അതുപോലെ തന്നെ നമ്മുടെ ദർസിന് വേണ്ടി ഇവിടുത്തെ ചെലവ്, മുത്തഅല്ലിമീങ്ങളുടെ ചെലവിന്, ഇതിന്റെ ഒക്കെ നടത്തിപ്പിന്, ഈ പ്രോഗ്രാമിന് എല്ലാം നല്ല ചെലവുകളുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ നല്ല നല്ല സഹായങ്ങൾ ഉണ്ടാവണം. എല്ലാവരും ദുആ കഴിഞ്ഞിട്ട് മാത്രമേ പോകാവൂ. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ എല്ലാ സംരംഭങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ. ആരെങ്കിലും 25,000 50,000 10,000 ഒക്കെ ഇവിടെ പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യുകയും സാദാത്തുക്കളെ കൊണ്ട് ദുആ ചെയ്യിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മജ്ലിസുകളും അവന് പൊരുത്തപ്പെട്ട, നാളെ സന്തോഷിക്കാൻ പറ്റുന്ന
അഹ്ലുബൈത്തിന്റെ കൈപിടിക്കാൻ പറ്റുന്ന മാർഗമാക്കി അല്ലാഹു തആല തരുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സമയം വൈകിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ സമയം നോക്കിയിട്ടനില്ല. ഏതായാലും ശരി, നിങ്ങളെല്ലാവരും പൊരുത്തപ്പെടണം. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും ദുആ കഴിഞ്ഞ് സ്വലാത്ത് ചൊല്ലി സാദാത്തുക്കൾ പറയുമ്പോഴേ പോകാവൂ എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തും. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ആ വിഷയത്തിൽ എല്ലാവരും സഹകരിക്കുക. പെട്ടെന്ന് ബഹുമാനപ്പെട്ട തങ്ങളെ ദുആർന്ന് നിർത്തും. ആരും തിരക്ക് കൂട്ടി പോകരുത്. നാളെ വേഗം തന്നെ എല്ലാവരും സ്ഥലത്തെത്തണം. ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് മഗ്‌രിബിന് മുമ്പ് തന്നെ എത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കളും അല്ലാതെ ഒരുപാട് ആലിമീങ്ങൾ പങ്കെടുക്കുന്ന വലിയൊരു സദസ്സ് ഇൻഷാ അല്ലാഹ് 10,000 സംബന്ധിക്കുന്ന വലിയൊരു ചടങ്ങാണ് നാളെ നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ പരിപാടിയിലേക്ക് മുന്നേ തന്നെ എത്തണമെന്ന് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ പോകുന്നു. ആദരവോടെ ക്ഷണിക്കും. السلام عليكم ورحمة الله وبركاته. يا حضرة الغدير عشقين مصطفى صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. من شر ما خلق من شر غاسق ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الذي يوسوس في صدور الناس من جنة الناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة